അപ്പൊ ഞാൻ അടുത്തൊരു കൺസൾട്ടേഷൻ കഴിഞ്ഞ ഒരാള് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ അതിന് മുമ്പായിട്ട് മാക്സിമം നമ്മൾ കഴിച്ച് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു തീർക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അത് അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. അപ്പൊ ഇതിൽ വരുന്നൊരു കാര്യം, നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം വളരെ കൃത്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഒരിക്കലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. ശരീരത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 40 വയസ്സ് വരെ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിനുശേഷം ഇതുണ്ടാവും. പക്ഷെ എന്താ എൻജോയ്മെന്റ് കൂടി പറയണം. ഏത് ഈ ഭക്ഷണം കഴിക്കലാണ് എൻജോയ്മെന്റ്? വേറെ എൻജോയ്മെന്റിന് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോ നിങ്ങളെ ഒരു മിഷൻ, പേഴ്സണൽ മിഷൻ എന്താ നിങ്ങൾ സ്വയം ഡിഫൈൻ ചെയ്യാം. നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കട്ടെ. നിങ്ങൾ എത്ര കണ്ട് രൂപ ഉണ്ടാക്കി. ഇപ്പൊ കോവിഡ് സമയത്ത് ഒരു വ്യക്തി മരിച്ചുപോയ ഒരു അച്ഛനെ കുറിച്ച് മകള് പറഞ്ഞു, എന്റെ അച്ഛന്റെ സേഫിൽ കോടിക്കണക്കിന് രൂപയുള്ളത്. പക്ഷെ ആ രൂപയ്ക്കൊന്നും എന്റെ അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല, രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ടല്ല, നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി കൊണ്ടാണ്.